സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്തുതി ജീവിതം, ഈശോയ്ക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അത് നമ്മൾ പരിശീലിച്ചെടുക്കണം. എപ്പോഴും ദൈവസ്തുതി നമ്മുടെ ഹൃദയത്തിൻ്റെ താളമാകണം. ഈശോയെ സ്നേഹിക്കുന്നെങ്കിൽ ആ താളം എപ്പോഴും നമ്മുടെ ഹൃദയത്തുടിപ്പിനുണ്ടാകും. ആ ഒരു താളത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് താളപ്പിഴകൾ വരില്ല. അതല്ലേ അമ്മ ആഗ്രഹിക്കുന്നത്, അതല്ലേ ഈശോ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് നമ്മൾ 49ാമത്തെ സന്ദേശം ശ്രവിക്കാൻ പോകുക. 2002 ജനുവരി 1 പരിശുദ്ധ അമ്മ തന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങളത് ഏറ്റുപറയുന്നു. അമ്മ യേശുവിൻ്റെ അമ്മയാണ്, ഞങ്ങളത് ഏറ്റുപറയുന്നു. അമ്മ ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു. അമ്മയെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈശോ സ്വന്തമാകും. ഈശോയെ തരാതെ അമ്മ ഞങ്ങളെ വെറുതെ വിടില്ല. അമ്മേ, ഈശോയെ സ്വന്തമാക്കാനുള്ള ഞങ്ങളുടെ ജീവിത വഴി അമ്മയുടെ ഹൃദയത്തിൽ വേരുപാകി യേശുവിൽ വളരാനുള്ള ആഗ്രഹമായിട്ട് അതിൻ്റെ പൂർണ്ണതയായിട്ട് വളരാൻ അമ്മ പ്രാർത്ഥിക്കണേ. ഈ സമയങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. 3ാം സഹസ്രാബ്ദത്തിൻ്റെ അനുഭവങ്ങളുമായി കഴിയുന്ന എൻ്റെ കുഞ്ഞുമക്കളെ, നമ്മൾ കുഞ്ഞുമക്കളെ എന്നാ പരിശുദ്ധ അമ്മ വിളിക്കുന്നേ. ഈ പുതുവർഷ പുലരിയിൽ ദൈവമാതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വ നിർവഹണം അതിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിക്കാൻ ഈ അമ്മയോടൊപ്പം നിങ്ങൾ സഹകരിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ അമ്മ. ജനുവരി 1 നമുക്കറിയാം അത് ഏത് ദിവസമാണെന്ന് അല്ലേ. അമ്മ പറയാണ്, ഈ പുതുവർഷ പുലരിയിൽ ദൈവമാതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വ നിർവഹണം, പരിശുദ്ധ അമ്മയുടെ മാതൃത്വ ദിനമായിട്ടാണ് അന്ന് നമ്മൾ ആചരിക്കുന്നത്. ആ നിർവഹണം അതിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതിന്, നമ്മൾ സഹകരിക്കേണ്ടതിന് അമ്മ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആ ദൗത്യ നിർവഹണത്തിൽ നമ്മൾ അമ്മയെ സഹായിക്കണമെന്ന്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഏറ്റവും പരിശുദ്ധ പരമതൃത്വത്തെ അധികമായി മഹത്വപ്പെടുത്തി നിത്യരക്ഷ ഉറപ്പാക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ ശ്രദ്ധ നിത്യരക്ഷ ഉറപ്പാക്കുക, നിത്യരക്ഷ ഉറപ്പാക്കുക. ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാനായിട്ട്, അത് ഉറപ്പാക്കാനായിട്ട് എന്തുമാത്രം പരിശ്രമിക്കുന്നല്ലേ ഉദ്യോഗാർത്ഥികൾ. ഗവൺമെൻറ് ജോലി അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ, എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് പ്രവേശനം കിട്ടാൻ, ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ, അതൊന്ന് ഉറപ്പാക്കാനായിട്ട് ഏതൊക്കെ വഴികളാണ് സ്വീകരിക്കുന്നേ. പരിശുദ്ധ അമ്മ പറയാ, നിത്യരക്ഷ ഉറപ്പാക്കാൻ പരിശുദ്ധ പരമതൃത്വത്തെ അധികമായി മഹത്വപ്പെടുത്തുക. ജാഗരൂകരായിരിക്കുവാൻ അനേക തവണ ഞാൻ നിങ്ങളോട് ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഭൂരിഭാഗം മക്കളും ഈ ദൈവമാതാവിൽ നിന്നും യേശുവിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. അവരവരുടേതായ നാസ്തിക ഭൗതിക സംസ്കാരം കെട്ടിപ്പടുത്ത് മാതാവിൽ നിന്നും യേശുവിൽ നിന്ന് അകന്നിരിക്കുന്ന മക്കൾ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. അവരവരുടേതായ നാസ്തിക ഭൗതിക സംസ്കാരം കെട്ടിപ്പടുത്ത്
പുതിയ മാനദണ്ഡങ്ങൾ അവതരിപ്പിച്ച് ലോകസുഖ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തി അവർക്കും കുഴപ്പമില്ല ഇവർക്കും കുഴപ്പമില്ല എന്നാൽ നമുക്ക് കുഴപ്പമില്ല എന്ന് കുഴപ്പമില്ലായ്മയുടെ വാക്കുകൾ പറഞ്ഞ് ചില മാനദണ്ഡങ്ങൾ ഒക്കെ പറഞ്ഞ് അതിനെയൊക്കെ തൃപ്തിപ്പെടുത്തി ധാർമ്മിക അരാജകത്വങ്ങൾക്ക് അംഗീകാരം കൊടുത്ത്, ഇത് അമ്മയുടെ പ്രവചനവും പ്രാർത്ഥനയും മുന്നറിയിപ്പുമാണ്. ഇത് അതുപോലെ തന്നെ ഞാൻ വായിക്കും, ഞാൻ അതേക്കുറിച്ച് ഒത്തിരി പറയുന്നില്ല, ഇതിൽ തന്നെ അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. ധാർമ്മിക അരാജകത്വങ്ങൾക്ക് അംഗീകാരം കൊടുത്ത് വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഇവയ്ക്ക് പകരം അഹങ്കാരം, അവിശ്വാസം, അത്യാഗ്രഹം, കാമവികാരങ്ങളുടെ പരക്കം പാച്ചിൽ, തട്ടിപ്പും ചതിയും വിദ്വേഷവും ഹൃദയ കാഠിന്യം മൂലമുള്ള കൊല, കൊള്ള, കവർച്ച ഇവ വഴി ലോകതൃപ്തിയിൽ മുഴുകാൻ മനുഷ്യവംശം കാണിക്കുന്ന ഉത്സാഹം എന്നെയും പരിശുദ്ധ അമ്മയെയും എൻ്റെ തിരുക്കുമാരനെയും യേശുവിനെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന ലോകത്തല്ലേ നമ്മൾ? ഇതേക്കുറിച്ച് ഒത്തിരി പറയണ്ടല്ലോ. മക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ അവസാനിക്കാറായി. 2002 ജനുവരിയിലാണ് അമ്മ ഇത് പറയുന്നത്. എൻ്റെ തിരുക്കുമാരൻ ഈ കേരളത്തിലെ ഈ കൊച്ചു ഗ്രാമത്തെ തിരഞ്ഞെടുത്ത് ഈ കുഞ്ഞിലൂടെ ലോകത്തോട് സംസാരിക്കാൻ എന്നെ ഭരമേൽപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ്. ഈ കൊച്ചു കേരളത്തിന് മാത്രമായി അല്ല ഞാൻ സംസാരിക്കുന്നത്, ലോകം മുഴുവനും വേണ്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ കൊച്ചു കേരളത്തെ തിരഞ്ഞെടുത്തത് ഈ ലോകം മുഴുവനോടും സംസാരിക്കാനാണെന്ന് അമ്മ പറയുന്നത്. ഈ കൊച്ചു കേരളം, ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വരുന്നു. പലപ്പോഴും ഈ സന്ദേശങ്ങളിലൂടെയൊക്കെ ഈ സന്ദേശങ്ങൾ വായിച്ച് അതൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, കുഞ്ഞേ നീ എന്ന് പറയുന്നത് കേട്ട് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയോ ഞാൻ വലിയ ആളാണ് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ല ചെയ്യുന്നത് കേട്ടോ. നീ എന്ന് ഞാൻ പറയുമ്പോൾ പരിശുദ്ധ അമ്മ തന്ന സന്ദേശങ്ങൾ അതുപോലെ പറഞ്ഞിട്ട് അതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോഴായിരിക്കാം അങ്ങനെ വരുന്നത്. അത് എന്നെയും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. ഈ സന്ദേശങ്ങളിലൂടെയൊക്കെ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഞാനിരുന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നത് എന്നെ കുഞ്ഞെ നീ എന്ന് വിളിച്ച് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാനിവിടെ ഓർക്കാൻ കാരണം പരിശുദ്ധ അമ്മ പറയല്ലേ, ലോകം മുഴുവനോടും അമ്മയാണ് സംസാരിക്കുന്നത് എന്ന് കരുതി ഞാൻ പരിശുദ്ധ കന്യകാമറിയം അല്ല, ഒരു ഉപകരണം മാത്രം. അമ്മ പറഞ്ഞില്ലേ, ഈ കൊച്ചു ഗ്രാമത്തെ തിരഞ്ഞെടുത്ത് ഈ കുഞ്ഞിലൂടെ ലോകത്തോട് സംസാരിക്കാൻ പരിശുദ്ധ അമ്മയെ വരമേൽപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ്. എൻ്റെ വാക്കുകളിൽ അല്ലെങ്കിൽ ആശയങ്ങളിലൊക്കെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം ഞാൻ ക്ഷമ ചോദിക്കുക, എന്നോട് ക്ഷമിക്കണം. ഈ സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വാക്കുകളിൽ കേൾക്കണമേ. ഈ കൊച്ചു കേരളത്തിന് മാത്രമായി അല്ല ഞാൻ സംസാരിക്കുന്നത്, ലോകം മുഴുവനും വേണ്ടിയാണ്. ലോകത്തെ സ്പർശിക്കുന്ന ശുശ്രൂഷയിലൂടെ ലോകം മുഴുവനും വേണ്ടി കേരളത്തിലെ മക്കൾ ഒന്നിച്ചുകൂടി ശുശ്രൂഷയിൽ പങ്കെടുത്ത് അമ്മ സംസാരിച്ചത് ശ്രവിക്കുകയാണ്. ലോകത്തെ സ്പർശിച്ച്, ലോകത്തെ നവീകരിച്ച്, ലോകത്തെ സ്വർഗത്തിന് സ്വന്തമാക്കി കൊടുക്കാനായിട്ട്. മാനുഷിക ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കുന്ന കണക്ക് കൂട്ടലുകളും തീരുമാനങ്ങളും അംഗീകരിക്കപ്പെടലും ഞാൻ കാത്തു നിൽക്കുന്നില്ല. മക്കളെ, മനസ്സാന്തരപ്പെടുക. അമ്മ ധൃതിയിൽ പറയുക, മക്കളെ മനസ്സാന്തരപ്പെടുക. തിരുസഭയ്ക്ക് രക്തം ചിന്തലിൻ്റെയും ലോകത്തിന് ശുദ്ധീകരണത്തിൻ്റെയും നാളുകൾ അടുത്തു വരുന്നു. തിരുസഭയ്ക്ക് രക്തം ചിന്തുന്നത് രക്തസാക്ഷിത്വത്തിലൂടെ മാത്രമല്ല, ആത്മീയ രക്തസാക്ഷിത്വത്തിലൂടെയും തിരുസഭ ഇന്ന് രക്തസാക്ഷിയായി കൊണ്ടിരിക്കുകയാണ്. തിരുസഭയുടെ സംവിധാനങ്ങളെയും തിരുസഭയുടെ മുതൽക്കൂട്ടുകളായ മക്കളെയും നിഷ്കരുണം അപവാദങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടും തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടും തിരുസഭയുടെ മുതൽക്കൂട്ടുകളുടെ ചിന്തകളെ ബുദ്ധിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആ ബുദ്ധിയുടെ തലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിഴവ് പറ്റിയിട്ട് അതിനെ കൊട്ടിഘോഷിച്ചുകൊണ്ടുമൊക്കെ ഇന്ന് ലോകം തിരുസഭയെ രക്തസാക്ഷിത്വത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അമ്മ പറയുന്നു, തിരുസഭയ്ക്ക് രക്തം ചിന്തലിൻ്റെ സമയമാണ്.
അത് ലോകത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ സമയമാണ്. ആ നാളുകൾ അടുത്തു വരുന്നു. എൻ്റെ തിരുക്കുമാരൻ അത്യധികമായ സ്നേഹത്തോടെ മനുഷ്യവംശത്തെ രക്ഷിച്ചു. ആ രക്ഷ അനുഭവിക്കാത്തത് കൊണ്ടാണ് ഇത്തരം തിന്മകൾ നമ്മിലൂടെയും വരുന്നത്. എന്നാൽ മനുഷ്യരിന്ന് രക്ഷകനെ മറക്കുന്നു. മനുഷ്യരിന്ന് രക്ഷകനെ മറന്ന് ജീവിക്കുന്നുണ്ട്. കാലിത്തൊഴുത്തിൽ പിറന്ന കർത്താവിനെ, ഉണ്ണീശോയെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാലിത്തൊഴുത്ത് ആർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല. എല്ലാ വർഷവും ക്രിസ്തുമസിന് ഒരു തൊഴുത്തൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി പുൽക്കൂടാക്കി ചിലപ്പോൾ മത്സരത്തിനൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങാറുണ്ട്. ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് പുൽക്കൂട് മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയത് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചിന്തകൾ എവിടെയാ? നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു സഹനമോ കഷ്ടതകളോ ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയൊക്കെ വരുമ്പോൾ അവിടെ പിറക്കുന്ന യേശുവിനെ നമ്മൾ അറിയുന്നില്ല. അവിടെ ജനിക്കാനിരിക്കുന്ന, എന്നിലൂടെ ജനിക്കാനിരിക്കുന്ന, എൻ്റെ സഹനത്തിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് എന്നെ യേശു സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന, യേശുവിനൊരു പുതിയ ജന്മം കൊടുക്കുന്ന എൻ്റെ ജീവിതത്തെ ഞാൻ തിരിച്ചറിയാതെ എൻ്റെ ജീവിതത്തിലെ കാലിത്തൊഴുത്തുകളെ, സഹനങ്ങളെ, കഷ്ടപ്പാടുകളെ ഞാൻ വെറുത്ത് ജീവിക്കുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണോ? കുഞ്ഞെ, നീ ഒരു ക്രിസ്ത്യാനിയാണോ? ഓർക്കുക, അങ്ങനെ ജീവിക്കരുത്. പരിശുദ്ധ അമ്മ പറയുന്നു, മനുഷ്യരെന്ന് രക്ഷകനെ മറക്കുന്നു. സ്നേഹ സ്വഭാവം ലൗകിക തൃപ്തിയിലേക്ക് മറിയുന്നു. സ്നേഹിക്കാൻ മനുഷ്യനെ സാധിക്കൂ. മൃഗങ്ങളുടെ സ്നേഹം മൃഗീയമാണ്, മനുഷ്യൻ്റെ സ്നേഹം ദൈവീകമാണ്. അത് മനുഷ്യനെ പറ്റുള്ളൂ. പക്ഷെ സ്നേഹ സ്വഭാവം ലൗകിക തൃപ്തിയിലേക്ക് മറയുന്നു. ഇതൊരു കഷ്ടമല്ലേ? ഈ കാലഘട്ടങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട് കോവിഡ് രോഗികൾ. കോവിഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാ. ശരിക്കും അതൊരു മഹാവ്യാധിയല്ലേ? ആ മഹാമാരി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ പോലും അതിലുള്ളവർ റേപ്പ് ചെയ്യപ്പെടുന്നു. കോവിഡ് രോഗിയെ റേപ്പ് ചെയ്യുന്നു. എന്തൊരു ധൈര്യം! ആ തിന്മയുടെ ശക്തി ഒന്ന് നോക്കിക്കേ. എന്തൊരു അഴുക്ക ചിന്തയാ, എന്തു അശ്ലീലതയാ! എവിടെയാ കരുണ? എവിടെയാ സ്നേഹം? ആ സ്നേഹത്തിൽ കരുണയുണ്ടെങ്കിൽ അമ്മ പറയുമായിരുന്നോ, ലൗകിക തൃപ്തിയിലേക്ക് സ്നേഹം വഴിമാറിപ്പോയി. തിരിച്ചറിയണം. പ്രാർത്ഥിക്കാൻ വേണ്ടി അത് പറയുന്നേ. നിന്റെ അനുദിന ജീവിതത്തിൽ കൊച്ചു സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരിക്കാതെ ആ കൊച്ചു സങ്കടമൊക്കെ ഇങ്ങനെ പാപം ചെയ്യുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കണേ. തീർച്ചയായിട്ടും അവർ രക്ഷപ്പെടും. അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. നമ്മുടെ സഹനങ്ങളൊന്നും വൃഥാവിലാവില്ല. ഒരു ചെറിയ തലവേദന വന്നാൽ, ഒരു കൈവേദന വന്നാൽ നമ്മൾ സമർപ്പിക്കണം ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി. ഇത്തരത്തിലുള്ള പാപങ്ങളൊക്കെ ലോകത്തിൽ നിന്ന് തുടച്ച് നീക്കപ്പെടാനായിട്ട്. നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മയെ വിജയിപ്പിക്കുന്നതിൽ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും തയ്യാറാകുന്നത് കണ്ട് ഈ അമ്മ വേദനിക്കുന്നു. നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മയെ തിരിച്ചറിയാതെ അത് വിജയിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും തയ്യാറാകുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് വേദനയുണ്ട്. സഭയിൽ അമ്മയ്ക്ക് വേദനയുണ്ട്. ലോകത്ത്, രാഷ്ട്രീയതയിൽ അമ്മയ്ക്ക് വേദനയുണ്ട്. ഉത്തരവാദിത്തം പരിശുദ്ധ അമ്മ, ഈശോ, സ്വർഗം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ തിന്മയെ തിരിച്ചറിയാനും നന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനുമുള്ളൊരു ഉത്തരവാദിത്തമാണ് അതെന്ന് സ്വീകരിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുൻപിലുള്ളവരെല്ലാം കീഴ്പ്പെടണമെന്ന അധികാര ദുർമോഹം ജീവിതത്തിൽ വെച്ചുകൊണ്ട് അധികാരം ദുർവിനിയോഗം ചെയ്യാതെ ഓരോ വ്യക്തിക്കും അവരവരുടെ സ്പേസ് കൊടുത്തുകൊണ്ട് എന്നെപ്പോലെ മറ്റുള്ളവരെയും കണ്ടുകൊണ്ട് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ജീവിക്കുന്നിടത്തോളം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ദൈവം ഏൽപ്പിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ സഭയെ നയിക്കാൻ, ഇടവകയെ നയിക്കാൻ, രൂപതയെ നയിക്കാൻ, നമ്മുടെ കേരളത്തെ നയിക്കാൻ, ഇന്ത്യയെ നയിക്കാൻ, ലോകത്തെ നയിക്കാൻ, ലോകരാഷ്ട്രങ്ങളെ നയിക്കാൻ എല്ലാവരും തയ്യാറായാലോ? ഓരോ സ്ഥാപനങ്ങളുടെ ഉത്തരവാദികൾ തയ്യാറായാലോ? കളവും കരിച്ചന്തയും കൈക്കൂലിയും ഇല്ലാതായി പോകില്ലേ? അർഹതപ്പെട്ടവർക്ക് അർഹത ഉള്ളത് ലഭിക്കില്ലേ? ലോകമാകെ മാറിപ്പോയി. പരിശുദ്ധ അമ്മ പറയുന്നു, അന്ധരായവർ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നു.
സ്വയം വഞ്ചിക്കപ്പെടാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്ന അധികാരികളും പാവപ്പെട്ട ദൈവജനവും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. എല്ലാവർക്കും രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ സഭയ്ക്ക് ഉള്ളിലുള്ളവർ തന്നെ വഴിതെറ്റുന്നു. ഞാൻ ഒന്നും ഏറ്റു പറയുന്നില്ല. എല്ലാവരും മനസ്സിലാക്കണമേ, സഭയ്ക്കുള്ളിലുള്ളവർ തന്നെ വഴിതെറ്റുന്നു. സഹവർത്തിത്വം എന്ന പേരിൽ സാത്താൻ ചില അന്ധകാര ശക്തികളെ സ്വാധീനിക്കുന്നവരിലൂടെ കൊണ്ടുവരുന്ന പുതിയ ആസൂത്രണങ്ങൾ സഭയെ നിഗൂഢമായി പീഡിപ്പിക്കാനാണ്. മനസ്സിലാക്കണം, സഭയെ നിഗൂഢമായി പീഡിപ്പിക്കാനായിട്ട് സഹവർത്തിത്വം, എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, എല്ലാവരെയും സ്നേഹിക്കണം. തിന്മയോട് സഹകരണം പുലർത്താൻ കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് ചാട്ടവാറടി കൊണ്ട് അരുതായ്മകളെ നീക്കം ചെയ്തവനാണ്. അരുതായ്മകളുടെ നേരെ സ്വരമുയർത്തിയവനാണ്. അരുതാത്തതിനെ അരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം സഭയ്ക്ക് വേണം, ലോകത്തിന് വേണം, ക്രിസ്ത്യാനി നിനക്ക് വേണം. ഇന്ന് പലതിനോടും പ്രതിരോധിച്ചു കൊണ്ടിരിക്കുക നമ്മള്. ആവിഷ്കാര മാധ്യമങ്ങള്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പലതും ആവിഷ്കരിച്ചെടുക്കുന്നത് സഭയെ നിഗൂഢമായി പീഡിപ്പിക്കാനാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ക്രിസ്ത്യാനി തിരിച്ചറിയണം, നീ തന്നെയാണ് നിന്റെ തല സാത്താന്റെ കഠാരയ്ക്ക് മുൻപിൽ വച്ചു കൊടുക്കുന്നത് സഭയെ പീഡിപ്പിക്കാനായിട്ട്. അറിയണം, എല്ലാ മേഖലകളിലൂടെയും വരുന്ന തിന്മകളെ അറിയണം. സഹവർത്തിത്വം നല്ലതാണ്, സഹകരണത്തിൽ വിവേകം വേണം. ബാഹ്യമായി സഭയെ ആദരിക്കുകയും സത്യം തിരിച്ചറിയാതെ ലോകത്തെ ഭയന്ന് സഭയെ പ്രഹരിക്കുകയും സഭാമാതാവിൻ്റെ നിലവിളി കേൾക്കാതെയും കേൾപ്പിക്കാതെയും രക്തം ചിന്താതെയും അവളെ കൊല്ലുന്നതിനുള്ള പുതിയ മാർഗത്തിൽ പങ്കുകാരാകുകയും എതിർക്കുന്നവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെയോർത്ത് ഞാൻ വേദനിക്കുന്നു. ഇത് അമ്മയുടെ വേദനയാണ്. രക്തം ചിന്തുന്നില്ല, എന്നാൽ സഭയെ പീഡിപ്പിക്കുകയാണ്. ഏതെല്ലാം വിധത്തിൽ സഭ ചിന്തിക്കണം, സഭയെ പീഡിപ്പിക്കുന്ന മക്കൾ ചിന്തിക്കണം. സഭാമാതാവിൻ്റെ നിലവിളി കേൾക്കാതെയും കേൾപ്പിക്കാതെയും എന്തൊക്കെ നിഗൂഢതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, ഇത് പരിശുദ്ധ അമ്മ തന്ന സന്ദേശം 2002 ജനുവരി 1 ഈ കാലയളവില് ഇന്നേക്ക് 19 വർഷമായി. എന്തൊക്കെ സംഭവിച്ചു, അതിനു മുൻപും സംഭവിച്ചു, അതിന് പിൻപും സംഭവിച്ചു, ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തെ ഭയപ്പെടരുത്, ലോകത്തെ ഭയന്ന് സഭയെ പ്രഹരിക്കരുത്. സഭ എന്റെയാണ്, നിന്റെയാണ്, നമ്മുടെയാണ്. സഭ അത് യേശുവാണ്. ആ യേശുവിനെ പ്രഹരിക്കുകയാണ് കുറെ വിട്ടുവീഴ്ചകൾ നടത്തുമ്പോൾ. പറയാൻ എനിക്ക് ഒത്തിരിയുണ്ട്, സമയമില്ല. മക്കളെ, മഹാനഗരമായ ബാബിലോണിനെ കുറിച്ചുള്ള പ്രവചനം സംഭവിക്കുന്ന കാലഘട്ടമാണിത്. മഹാനഗരമായ ബാബിലോണിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വായിക്കണേ, അത് സംഭവിക്കുക ഇന്ന്. ഇതൊക്കെ നമ്മളിങ്ങനെ സംഭവിക്കുന്നു എന്ന് അയവിറക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ശരിയാ, റാണി പറയുന്നത് ശരിയാ, പരിശുദ്ധ അമ്മ അത് പറഞ്ഞിട്ടുണ്ടല്ലേ, ശരിയാ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നിഷ്ക്രിയനായിട്ട് ഇരിക്കല്ലേ. ഉണര്, കരങ്ങളിൽ ജപമാലയെടുക്ക്, പ്രാർത്ഥിക്ക്, അതിനെതിരായിട്ട് പ്രാർത്ഥിക്ക്, അങ്ങനെയുള്ള തിന്മകൾ നിർമാർജനം ചെയ്യാൻ പ്രാർത്ഥിക്ക്, വിശുദ്ധ ബലിയർപ്പണം നടത്ത്. ഇവിടെ വിശുദ്ധിയുടെ ഒരു ചാനല് സ്വർഗത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങട്ടെ. അതിനാണ് ഈ ശുശ്രൂഷ. മക്കളെ, അനുധപിക്കുക. നൂറ്റാണ്ടുകളിലൂടെയുള്ള യാത്രയിൽ പല പ്രാവശ്യം ഭിന്നിപ്പുകളാൽ പിളർന്ന സഭ വീണ്ടും ആന്തരിക ഐക്യത്തിലേക്ക് വന്നു. എന്നാൽ ഇന്ന് സഭയുടെ ദിവ്യ ഐക്യത്തിൻ്റെ കാന്തിയെ സാത്താന്റെ കറുത്ത പുക കൊണ്ട് അന്ധകാരമാക്കുന്നതിൽ അവൻ വിജയിക്കുന്നു. അമ്മ പറയുന്നതിൽ ഒന്നും ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. ശ്രദ്ധയോടെ കേൾക്കണമേ. സത്യം ഒറ്റിക്കൊടുക്കപ്പെടുന്നു. എൻ്റെ പുത്രന്റെ സുവിശേഷം വിഭജിക്കപ്പെടുന്നു. സുവിശേഷം വിഭജിക്കപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും പലതും കൂട്ടിച്ചേർക്കപ്പെടുന്നു. അനുകരണങ്ങൾ ഉണ്ടാകുന്നു. ഒന്നിനോട് കൂട്ടിച്ചേർക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലും പുരാണങ്ങളിലെ സ്ത്രീകളുമായിട്ടൊക്കെ യോജിപ്പിച്ച് പുതിയ ബൈബിളുകൾ ഇറക്കുന്നു.
സത്യവചനത്തെ, ദൈവത്തിൻ്റെ സുവിശേഷത്തെ വിഭജിക്കുന്നു. അനുകരണങ്ങൾ അനുകരണീയമാണെന്ന് പ്രഘോഷിക്കുന്നു സഭയിലുള്ളവർ. സഭയുടെ നെടുംതൂണുകളായി നിൽക്കുന്നുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നവർ. പരിശുദ്ധ അമ്മയാകുന്ന സഭയെ, യേശുവിൻ്റെ ഭൗതിക ശരീരമായ സഭയെ പീഡിപ്പിക്കുന്നു. രക്തം ചിന്താതെ രക്തസാക്ഷിത്വം നൽകുന്നു. അരുതേ, നിർത്തണമേ, സത്യത്തെ തിരിച്ചറിയണമേ. ദൈവിക നന്മകൾക്ക് വേണ്ടി ജീവിതം സാക്ഷിയായി കൊടുക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. ഈ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ പോർവിളി മുഴക്കേണ്ടത്. അല്ലാതെ കിട്ടാതെ പോകുന്നൊരു സന്തോഷത്തിനോ ലഭിക്കാതെ പോയൊരു നന്മയ്ക്കോ അല്ല. നമുക്ക് നന്മയായിട്ടുള്ളത് തരാൻ നന്മയായിട്ടുള്ള കർത്താവിന് അറിയാം. നൂറ്റാണ്ടുകളിലൂടെ ഉള്ള യാത്രയിൽ പല പ്രാവശ്യം സഭ ഭിന്നിച്ചിട്ടുണ്ട്, പിളർന്നിട്ടുണ്ട്. എന്നാലും ഐക്യത്തിലേക്ക് വന്നു. ഇന്ന് സഭയുടെ ഐക്യത്തിൻ്റെ കാന്തിയെ, ശോഭയെ സാത്താന്റെ കറുത്ത പുക കൊണ്ട് അന്ധകാരമാക്കാൻ മനുഷ്യർ 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 പരിശ്രമിച്ച് സഭയെ ഒറ്റിക്കൊടുക്കുന്നു. എൻ്റെ പുത്രൻ്റെ സുവിശേഷം വിഭജിക്കപ്പെടുന്നു. ഇത് ആന്തരിക ഭിന്നതയ്ക്ക് കാരണമാവുന്നു. സഭയിൽ നടക്കുന്ന പല ഭിന്നതകളുടെയും കാരണം ഇതൊക്കെ തന്നെയാണ്. ഇത് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആന്തരിക ഭിന്നത ഉണ്ടാകും. സത്യത്തെ പിന്താങ്ങുന്നവർ വിലയില്ലാത്തവരാകുന്നു. ഈ ഭിന്നത വൈദികർക്കെതിരായും ശ്രദ്ധിക്കണമേ. സത്യത്തെ പിന്താങ്ങുന്നവര് വിലയില്ലാത്തവരായിട്ട് ലോകം കണക്കുകൂട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരാണ് സത്യത്തെ പിന്താങ്ങുന്നവര് വിലയില്ലാത്തവരായി കാണുക. വൈദികർക്കെതിരായി ഭിന്നിക്കുന്നു. മെത്രാന്മാർക്കെതിരാകാനും ഇത് വഴിതെളിക്കുന്നു. എന്നത്തേക്കാൾ ഉപരിയായി അവരുടെ പരസ്നേഹത്തിന്റെ കെട്ടുറപ്പ് തകർക്കുന്നതിൽ സാത്താൻ വിജയിക്കുന്നു. ഇത് അമ്മയുടെ രോധനമാണ്, സ്വർഗത്തിന്റെ സങ്കടമാണ്. യേശു ആഗ്രഹിക്കുന്നതും ജീവിച്ചുറപ്പിച്ചതും തിരുസഭ നിശ്ചയിച്ചതുമായ വൈദിക ജീവിതത്തിന്റെ, സമർപ്പണത്തിന്റെ അന്തസത്തയായ വിശുദ്ധമായ ബ്രഹ്മചര്യ കർത്തവ്യങ്ങൾക്കെതിരെയുള്ള എതിർപ്പ് എൻ്റെ തിരുക്കുമാരനെ ആഴമായ വേദനയിലേക്ക് തള്ളിയിടുന്നു. വൈദികരും വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് കത്തോലിക്ക സഭയിൽ അങ്ങനൊരു കീഴ്വഴക്കമില്ല. അങ്ങനെയുള്ള സഭാ വിഭാഗങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ പറയുന്നു, വിശുദ്ധമായിട്ടുള്ള സമർപ്പണത്തിന്റെ അന്തസത്ത ബ്രഹ്മചര്യത്തിലുണ്ട്. അങ്ങനെ ബ്രഹ്മചാരികളായ അനേക വൈദികർ ബലിയർപ്പിക്കുന്നതാണ് സഭയുടെ സമ്പത്ത്, ശക്തി. അതിനെതിരെയുള്ള എതിർപ്പ് ഈശോയെ ആഴമായ വേദനയിലേക്ക് തള്ളിയിടുന്നു. അമിതമായ പ്രവർത്തനങ്ങളിൽ മുഴുകി പ്രാർത്ഥനാ ജീവിതത്തോട് വിരസതയും. പരിശുദ്ധ അമ്മ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കർമ്മജ്വരം ബാധിച്ച് എൻ്റെ മക്കൾ ഓടി നടക്കുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് അധികം പേരില്ല. പ്രവർത്തനമാണ്. പ്രവർത്തനം വേണം, വേണ്ട എന്നല്ല. പ്രവർത്തനത്തിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയുണ്ടെങ്കിൽ അവിടെ കർത്താവ് പ്രവർത്തിക്കും. പ്രവർത്തനങ്ങളിൽ മുഴുകി പ്രാർത്ഥനാ ജീവിതത്തോട് വിരസതയും വെറുപ്പും തോന്നുന്ന മക്കളെ, തിരിയുവിൻ, യേശുവിലേക്ക് തിരിയുവിൻ. നിങ്ങളുടെ അച്ചടക്ക രാഹിത്യവും ലോകായുധികമായ സുഖഭോഗങ്ങൾക്കുള്ള കീഴ്വഴക്കവും നിങ്ങളെ വലിയ നാശത്തിലെത്തിക്കും. സത്യം പൂർണ്ണമായി നിരസിക്കപ്പെടുന്നില്ല എന്ന വ്യാജേന അപകടകരമായ വിധത്തിൽ അസത്യം പ്രചരിപ്പിക്കപ്പെടുന്നു. കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചേ പറ്റൂ. അത് പ്രാർത്ഥനയോടെ ആവണം. പ്രാർത്ഥനാ ജീവിതത്തോട് വിരസതയുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഊർജം വേണ്ടേ? അച്ചടക്ക രാഹിത്യവും ലോകത്തിൻ്റെ സുഖങ്ങൾക്കുള്ള കീഴ്വഴക്കവും ഈ പ്രാർത്ഥനയില്ലാതെ പ്രവർത്തനം മാത്രമുള്ളവരിലൂടെ കടന്നു വരും. അത് വലിയ നാശത്തിലേക്ക് എത്തിക്കും. അങ്ങനെ കുറെ സമർപ്പണ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് പ്രവർത്തിക്കണം. പല സിസ്റ്റേഴ്സും പല വൈദികരും അവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ഒരു ക്രൈസിസ് വരുമ്പോൾ പറയാറുള്ളതാണ്, ഈ കോൺഗ്രിഗേഷനിൽ നിന്ന് ശരിയാവില്ല, മനുഷ്യരോട് കുറേം കൂടെ കരുണ കാണിക്കാൻ ഞാൻ ഇവിടെ നിന്ന് പോകുക. എന്തൊരു അർത്ഥമില്ലാത്ത കാര്യമായി. കരുണ എന്താ? നീ ഒരു ആത്മാവിന് വേണ്ടി നിന്റെ ജീവിതം ബലിയായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചാൽ നീ ലോകത്ത് പ്രവർത്തിക്കുന്നതിനേക്കാൾ അധികം കർത്താവ് നിന്നിലൂടെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തിക്കും കുഞ്ഞേ. നീ ഇത്തരത്തിലുള്ള
കാര്യങ്ങളെ മനസ്സിലാക്കാതെ ഓടി നടക്കുമ്പോഴാണ് നിനക്ക് പല തിന്മകളും വന്നുപെടുന്നത്. വ്യാജമായി അപകടമായ വിധത്തിൽ അസത്യം പ്രചരിക്കപ്പെടുന്നു. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സത്യത്തെ തള്ളിക്കളഞ്ഞ്, ബുദ്ധിയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യം സത്യമല്ല, അത് അസത്യമാണെന്ന് പറഞ്ഞ് സത്യത്തെ തള്ളിക്കളഞ്ഞ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എപ്പോഴും പറയുന്നത്, വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ദൈവാനുഭവങ്ങളുടെ മേഖലയിലാണെങ്കിലും ബുദ്ധിയിൽ നിന്ന് ഇറങ്ങി വന്ന് ചിന്തിക്ക്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സത്യത്തെ തള്ളിക്കളഞ്ഞ് ആധുനികമായ രീതിയിലുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും മനുഷ്യവംശത്തെ ആശയക്കുഴപ്പത്തിലേക്ക് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ തിരിച്ചറിയുക, കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുക. അമ്മ എത്ര സ്നേഹത്തോടെയാണ് നമ്മളോട് ഇത് പറയുന്നേ. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. എൻ്റെ തിരുക്കുമാരൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുൻപ് വലിയ കഷ്ടതകളും ലോകത്തെ നവീകരിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയകളും ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. നിങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകൾ ഓർക്കുക. സഭയ്ക്ക് എന്ന പോലെ ഈ ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ നിങ്ങൾക്കും സഹന സമയമാണ്. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ സാത്താൻ്റെ സേവകരായ ദുഷ്ടാരൂപികളും ക്രിസ്തുവിരോധികളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, തങ്ങളുടെ ദൈവവിരോധം പരസ്യമായി പ്രഖ്യാപിക്കും. പല അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. മക്കളെ, നിങ്ങൾ സത്യം സംസാരിച്ചാൽ കുറ്റവാളികളായി പരിഗണിക്കപ്പെടും. സത്യത്തിനെതിരായ നിയമങ്ങൾ രാഷ്ട്രങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ നടപ്പിലാക്കും. മനസ്സിലാക്കണേ, സത്യത്തിനെതിരായ നിയമങ്ങൾ രാഷ്ട്രങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ നടപ്പിലാക്കും. അങ്ങനെ ക്രൈസ്തവ പീഡനം ആരംഭിക്കും. അമ്മയുടെ പ്രവചനമാണ്. അനേകരെ ബലിമൃഗങ്ങളാക്കുന്ന യുദ്ധവാർത്തകൾ വർദ്ധിക്കും. ആഭ്യന്തര സംഘടനകൾ വർദ്ധിക്കും. രക്തരൂക്ഷിത യുദ്ധങ്ങൾ സമാധാന സ്ഥാപന ശ്രമങ്ങളെ പരാജയപ്പെടുത്തും, സംഭവിക്കും. കടുത്ത ക്ഷാമം ലോകത്തെ കാർന്നു തിന്നും. അമ്മ തന്നിരിക്കുന്ന മുന്നറിയിപ്പാണിത്. പാപഭാരം താങ്ങുന്ന ഭൂമി പ്രകമ്പനം കൊണ്ടും. എന്തേ ഭൂമി കുലുക്കങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നേ? ഭൂമിയുടെ അടിസ്ഥാനം ഇളകുന്നു, പാപഭാരം താങ്ങാൻ പറ്റാതായിരിക്കുന്നു. പാപഭാരം താങ്ങുന്ന ഭൂമി പ്രകമ്പനം കൊണ്ടും പ്രകൃതി കൊടുങ്കാറ്റുകൊണ്ടും സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ അർത്ഥദ്യോതകങ്ങളായ അടയാളങ്ങൾ കൊണ്ടും പ്രതികരിച്ചു തുടങ്ങി. കർത്താവിൻ്റെ സൃഷ്ടി പ്രതികരിച്ചു തുടങ്ങി. ദൈവം സൃഷ്ടിച്ച ഭൂമി പ്രതികരിച്ചു. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ അർത്ഥദ്യോതകങ്ങളായ അടയാളങ്ങൾ കൊണ്ട് പ്രതികരിച്ചു. കൊടുങ്കാറ്റുകൾ മനോഹരമായ നല്ല സുഖമുള്ള, വിളിക്കാൻ സുഖമുള്ള ക്രിസ്തീയ പേരുകളൊക്കെ ഇട്ടിട്ട് പല കൊടുങ്കാറ്റുകളെയും പേരിട്ട് വിളിച്ചു. അതുണ്ടായി, ഇത്ര പേർ നശിച്ചു, ഇത് അങ്ങനെയൊക്കെ ഉണ്ടായി, അവസാനിച്ചു. അല്ല, ഒരു കൊടുങ്കാറ്റ് ഈ ലോകത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ലോകം മുഴുവനെയും കാർന്നു തിന്ന് നശിപ്പിക്കാനായിട്ട് പാപത്തിൻ്റെ വശ്യശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് എനിക്ക് ചുറ്റും, നിങ്ങൾക്ക് ചുറ്റും, നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും, സഭയ്ക്ക് ചുറ്റും, ലോകം മുഴുവനും ചുറ്റും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയുക, ഇത് തിരിച്ചറിവിലേക്ക് വരാനുള്ള സമയമാണ്. വലിയ അഗ്നിഗോളത്തിൻ്റെ ഉരസൽ വഴി ഭൂമിയിൽ ഒരു വിഭാഗം ചാമ്പലാകും. മുഴുവൻ ലോകത്തെയും പിടിച്ചു കുലുക്കുന്ന ഒരു മഹാസംഭവം വരാൻ പോകുന്നു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും ക്രിസ്തുരാജ്യത്തെ അംഗീകരിക്കുന്നവരും മാനസാന്തരാനുഭവത്തിലൂടെ പ്രാർത്ഥിക്കുന്നവരും ഇതിനെ അതിജീവിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും. മക്കളെ, ഈ അമ്മ നിങ്ങളെ സഹായിക്കാനുണ്ട്. ഭയവിഹുലരാകരുത്. സാത്താന്റെ ശക്തി അസമാധാനവും ഭീകരതയും സൃഷ്ടിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം അവനെ നശിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. ഉണരുക മക്കളെ. പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം ഇവ അനുഷ്ഠിക്കുന്നതിൽ അതീവ തൽപരരാകുക. എൻ്റെ വിമല ഹൃദയം വിജയിക്കുമ്പോൾ ഒരു നവയുഗം സമാഗതമാകുന്നതിന് മുൻപ്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുമ്പോൾ ഒരു പുതുയുഗം സമാഗതമാകുന്നതിന് മുൻപ് സഹിക്കേണ്ടുന്നതും സംഭവിക്കേണ്ടുന്നതുമായ അതിഘോരമായ പീഡകളുടെ സൂചനകൾ ഞാൻ നൽകിയതിൽ നിങ്ങൾ ദുഃഖിക്കരുത്. ദുഃഖിക്കാനല്ല അമ്മ ഇതൊക്കെ പറഞ്ഞത്. മക്കളെ,
മഴ വരുന്നുണ്ട്, കുടയെടുത്ത് പൊയ്ക്കോളാൻ അമ്മമാര് നമ്മളോട് പറയില്ലേ? നല്ല ചൂടുണ്ട്, കുട ചൂടി നടക്ക്. മക്കളെ, അതിലേ പോയാൽ, ആ കാട്ടിലൂടെ പോയാൽ പാമ്പ് കടിക്കും, മൃഗങ്ങൾ ആക്രമിക്കും, അതിലേ പോകല്ലേ. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ പറയുന്നത് പോലെ അമ്മ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് പറയാ, ദുഃഖിക്കേണ്ട, പിളർക്കപ്പെട്ട ഈ ഹൃദയത്തിൽ ഞാൻ നിങ്ങളെ എല്ലാം സ്വീകരിച്ച് എൻ്റെ പുത്രന് നൽകും. വരും നാളുകളിൽ സഭ വഴി, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹഭാജനമായ മാർപ്പാപ്പ വഴി നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളും ആഹ്വാനങ്ങളും സശ്രദ്ധം പാലിക്കൂ. വഴിയും സത്യവും ജീവനും ലോകത്തിൻ്റെ പ്രകാശവുമായ യേശു ക്രിസ്തു കാൽവരി ബലി വഴി മനുഷ്യവംശത്തോട് ആവശ്യപ്പെട്ടതും മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട തിരുശരീര രക്തത്തെ സ്വീകരിക്കേണ്ടതിനെയും കുറിച്ചുള്ള ആധികാരിക പ്രബോധനം നിങ്ങളെ പ്രബുദ്ധരാക്കട്ടെ. പരിശുദ്ധ അമ്മ ഈ തിരുസന്ദേശം തന്നപ്പോൾ മാർപ്പാപ്പയിലൂടെ ലഭിക്കുന്ന വെളിപ്പെടുത്തലുകളെയും പ്രബോധനങ്ങളെയും കുറിച്ച് അറിയാനായിട്ട് അമ്മ പറഞ്ഞു. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹഭാജനമായ മാർപ്പാപ്പ എന്നാണ് അമ്മ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്, കേൾക്കാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് നാളത്തെ തിരുസന്ദേശ പങ്കുവെക്കലിലൂടെ കേൾക്കാം. ദൈവിക ആഹ്വാനങ്ങളെയും വെളിപ്പെടുത്തലുകളെയും ഏറ്റവും സശ്രദ്ധം നമുക്ക് സ്വീകരിക്കാം, പാലിക്കാം. മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളോടുള്ള ആദരവും വണക്കവും ആരാധനയും നമ്മുടെ ജീവിതം തന്നെയായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധനായ ഈശോയെ, എല്ലാ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവനെ, എല്ലാ മഹത്വവും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന മഹാദുരന്തത്തിൻ്റെയും അഗ്നിപരീക്ഷണത്തിൻ്റെയും നാളുകളിൽ വിശുദ്ധ കുർബാനയും ജപമാല പ്രാർത്ഥനയും വഴി സ്വർഗത്തെ നോക്കി സമാധാനത്തോടെ ജീവിക്കുവാനുള്ള വഴി അവിടുന്ന് ഒരുക്കി തന്നിട്ടുണ്ടല്ലോ. ആ ദിവ്യ ആയുധങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവീക നന്മയിൽ ജീവിച്ച് ദൈവീക കൽപ്പനകൾ അനുസരിച്ച് ലോകത്തിലെ എല്ലാ ആത്മാക്കളും സ്വർഗത്തിൽ എത്തണമെന്ന ആഗ്രഹത്തോടു കൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾ കേൾക്കണമേ. ഞങ്ങൾ ശ്രവിച്ച നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം ചൂടട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. മാലാഖമാരെ കാവലാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ.